മലയാളിയുടെ അനുഗ്രഹീത എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ദയ എന്ന പെൺകുട്ടി എന്ന നോവലിന്റെ ഭാഗങ്ങളാണ് വരും എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവതരണം നിങ്ങൾക്ക് ആസ്വാദ്യകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. കഥ നടക്കുന്നത് ബാഗ്ദാദ് നഗരത്തിലാണ്. പഴയ കാലത്ത് ബാഗ്ദാദിൽ ധനികനായിരുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. പൊതുനന്മക്കായി അദ്ദേഹം ഒരുപാട് പണം ചെലവഴിക്കാറുണ്ട്. ആ ചെലവഴിക്കുന്നതിന്റെ കൂടെ തന്നെ മറുഭാഗത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അദ്ദേഹം അത്താണിയായി മാറാറുമുണ്ട്. നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിന് ആകെ ഒരു പ്രയാസം ഉണ്ടായിരുന്നത്, തനിക്കൊരു കുട്ടിയില്ലാലോ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ വ്യാപാര ശൃംഖലയൊക്കെ ആരാണ് നോക്കി നടത്തുക, അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരാണ് ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വാർദ്ധക്യത്തിനടുത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നല്ലൊരു സന്തോഷ വാർത്തയായി ഒരു ആൺകുട്ടിയെ കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷേ ദുഃഖ വാർത്തകൾ നൽകിക്കൊണ്ട് പ്രസവത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുകയുണ്ടായി. നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി, കുടുംബത്തിന്റെ കെടാവിളക്കായി ഈ കുട്ടി മാറണേ എന്ന് അദ്ദേഹം എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പഠന സമയമായപ്പോൾ തൻ്റെ രാജ്യത്ത് ആ ഒരു പ്രദേശത്ത് കിട്ടുന്ന ഏറ്റവും നല്ല അധ്യാപകരെ, ഓരോ വിഷയങ്ങളിലും പ്രത്യേക കഴിവുകളുള്ള അധ്യാപകരെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച് അവിടെ താമസിപ്പിച്ച് കുട്ടിയെ പഠിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. ലാളന ഒരല്പം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, ആ കുട്ടിക്ക് പഠനത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തൻ്റെ ഉപ്പയെ ധിക്കരിക്കരുത് എന്ന് കരുതി ആ കുട്ടി എന്താക്കാറുണ്ടായിരുന്നു, എല്ലാ ദിവസവും അധ്യാപകരുടെ മുന്നിൽ ഇരുന്നു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ചിന്ത മറ്റു പലയിടങ്ങളിലും ആയിരിക്കും. തൻ്റെ കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് അധ്യാപകരോട് എന്നും ഈ വ്യാപാരി ചോദിക്കാറുണ്ടായിരുന്നു, അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ, അയാളുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് കരുതി സത്യം എന്നും അധ്യാപകർ മറച്ചു വെക്കാറാണ്. കുട്ടി പഠിക്കാറുണ്ട്, നന്നായി വരുന്നു എന്നവർ മറുപടിയാണ്. ഒരു സമയത്ത് അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ചികിത്സ ഫലപ്രദമായി ഏശുന്നില്ല എന്ന് മനസ്സിലാകുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇനി ഞാൻ അല്പകാലം മാത്രമേ ഈ ലോകത്തൊരു പക്ഷേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം തന്റെ മകനെ വിളിച്ചു ചോദിച്ചു, പഠന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറാണോ? മകൻ പറഞ്ഞു, ഉവ്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അധ്യാപകരോട് അന്വേഷിക്കാറുണ്ട്, അവരും തൃപ്തികരമാണ് എന്നാണ് മറുപടി നൽകാറ്. പണത്തെക്കാളും വലുതാണ് അറിവ്. ജീവിക്കാൻ ആവശ്യമായ അറിവ് നീ ഇപ്പോൾ നൽകിയിട്ടുണ്ട്, നിനക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മകനോട് ഉപ്പ പറഞ്ഞു. ഞാനിനി അധിക കാലമൊന്നും ഈ ലോകത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒരു വലിയ വ്യാപാര സ്ഥാപനമുണ്ട്, അതുമായി ബന്ധപ്പെട്ട കൃഷിയിടങ്ങളുണ്ട്, ഒരുപാട് പണിക്കാരുണ്ട്. അതിനെ പറ്റിയൊക്കെ മകൻ അറിയാവോ എന്ന് പാപ്പ മൻസൂറിനോട് ചോദിച്ചു. പക്ഷെ മൻസൂർ ഞാൻ ഇതുവരെ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തലയാട്ടി ഇങ്ങനെ നിന്നുകൊടുത്തു. നിനക്കും വരും 2 തലമുറക്കും ജീവിക്കാൻ ആവശ്യമായ സ്വത്ത് അതിലുണ്ട്, അത് നിനക്ക് അനുഭവിക്കാനുള്ളതാണ്. പക്ഷേ ഒന്ന് മാത്രം, അമിതമാവരുത് എന്ന് മാത്രമേ എനിക്ക് കൂടെ ചേർക്കാനുള്ളൂ എന്ന് ആ വൃദ്ധനായ വ്യാപാരിയായ പിതാവ് ആ കുട്ടിയോട് പറഞ്ഞു. സമ്പത്തിന്റെ സമൃദ്ധി നിനക്ക് അനുഭവിക്കാം, പക്ഷേ ഇതെല്ലാം പരമകാരുണികനായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് നീ മറക്കരുത് എന്ന് ആ പിതാവ് കുട്ടിയെ ഉപദേശിച്ചു. ഇതൊക്കെ പറയുമ്പോഴും ആ കുട്ടി ബാപ്പയെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട്. പക്ഷെ മടിയനായ ഈ കുട്ടി മനസ്സിലാഗ്രഹിക്കുന്നത് 2-3 തലമുറക്ക് ആവശ്യമായ സ്വത്തുണ്ടെങ്കിൽ എനിക്ക് അധ്വാനിക്കേണ്ടതില്ലല്ലോ, സന്തോഷമായി എന്നുള്ള രീതിയിലായിരുന്നു കുട്ടി കാര്യങ്ങളെ നോക്കിക്കണ്ടത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ നല്ല മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി. നാട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖിച്ച് നിൽക്കുകയായിരുന്നു. ദുഃഖം ആചരിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടിയും വീട്ടിൽ തന്നെ കിടന്നു. പക്ഷെ അവന് പുറത്തു പോകാൻ ആഗ്രഹമില്ലാതെ എന്നും വീട്ടിൽ തന്നെ നിന്ന് രസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടായിരുന്നു അവൻ വീട്ടിൽ തന്നെ നിന്നത്. തുടർന്ന് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന അധ്യാപകർക്ക് ആകെ ശങ്കയായി. കാരണം ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള രീതിയിൽ അവരാകെ ശങ്കിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത്
ഈ മോൻ തന്നെ അവരോട് പറയാണ്, എനിക്കിനി വ്യാപാര മേഖലകളൊക്കെ നോക്കണം, പഠിക്കാൻ ഇനി എവിടെ സമയം, അതുകൊണ്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്ന് അവരോട് പറയുകയും അവർ പിരിയുകയും ചെയ്തു. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഈ മകനെയും നോക്കി പിതാവിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ കടന്നു വരികയും മകനോട് പറഞ്ഞു, മകനെ, നീ എത്ര നാളാണ് ഇതുപോലെ ദുഃഖിച്ചിരിക്കുക? ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. നീ വ്യാപാര സ്ഥാപനത്തിലേക്ക് വരണം, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നോക്കണം എന്ന് പല സുഹൃത്തുക്കളും, ബാപ്പയുടെ പല സുഹൃത്തുക്കളും ഈ മോനോട് പറഞ്ഞു. അങ്ങനെ ബാപ്പയുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അവൻ പോവുകയും കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു. പക്ഷേ മടിയനായതുകൊണ്ട് തന്നെ അവന് അതിലൊന്നും തീരെ താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യക്കേടിലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പല സുഹൃത്തുക്കളും അവൻ അവിടെ ഉണ്ടാവുന്നത്. പണമുള്ളവർക്ക് വാങ്ങാൻ കഴിയാത്തതായി ഒരു സുഖവും ഈ ലോകത്തില്ല, നീ അതൊക്കെ അനുഭവിക്കേണ്ട ആളല്ലേ, നല്ല നല്ല വീഞ്ഞുകൾ കിട്ടാനുണ്ട്, ചൂതാട്ട കേന്ദ്രങ്ങൾ ഒരുപാട്, ഉല്ലസിക്കാൻ ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്, അവിടെ സുന്ദരിമാരായ നർത്തകികളും അതുപോലെ പാട്ടുകാരും ഒക്കെ ഉണ്ട്. ഇതൊന്നും അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാണ് കൊള്ളുക എന്ന് ഈ കൂട്ടുകാര് അവനെ ഉപദേശിക്കാൻ തുടങ്ങി. ഇവരുടെ വാക്കുകളിൽ വീണ മൻസൂറിന് ഇവര് പറയുന്ന പല കാര്യങ്ങളും നിഷിദ്ധമാണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്നതുപോലും മറന്നു പോവുകയുണ്ടായി. ഈ ചങ്ങാതിമാർക്ക് വേണ്ടി പല പല വിലപിടിപ്പുള്ള വിരുന്നുകൾ ഇവൻ തയ്യാറെടുത്തു കൊടുക്കുകയുണ്ടായി. അതിൽ പുതിയ പുതിയ വീഞ്ഞുകൾ നൽകാറുണ്ടായി. ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ പൊൻനാണയങ്ങൾ നിറച്ച സഞ്ചികളുമായി ഇവൻ ചെന്നു കയറാൻ തുടങ്ങി. അവിടുത്തെ ജോലിക്കാരൊക്കെ ഇവനോട് വണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഇവന് വല്ലാതെ അഹങ്കാരം തോന്നാൻ തുടങ്ങി. കൊണ്ടുപോയ നാണയങ്ങളെല്ലാം കഴിഞ്ഞ് കാലിയായി പുലരുന്ന നേരത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ജോലിക്കാർ ഇവനോട് പറയും, യജമാനന് ഇതൊന്നും നഷ്ടമല്ല, നാളെ ഊർജ്ജസ്വലനായി വീണ്ടും വരണം എന്ന് പറയും. അപ്പൊ ഇവന് തോന്നും ഇതൊക്കെ തന്നെയാണ് സ്നേഹം, ഇവരുടെ സ്നേഹമാണ് ഇത് പ്രകടിപ്പിക്കുന്നത് എന്ന് ഇവൻ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. സമ്പത്തുകൾ കുറയാൻ തുടങ്ങി. വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവന് ശേഖരിക്കാൻ എടുക്കാൻ പണമില്ലാതെയായി. ഇവന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പണമില്ലാതെ ആയപ്പോൾ കൂട്ടുകാര് അപ്പോഴും ഇവനെ ഉപദേശിച്ചു, നീ എന്തിനു പേടിക്കണം, ഒരു ഒപ്പിട്ട് കൊടുത്താൽ, ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ ലക്ഷങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരും, എത്ര എത്ര പണം നിന്റെ കയ്യിലേക്ക് വരും, പിന്നെ നീ എന്തിനു പേടിക്കണം. ഇവൻ അതും അനുസരിച്ചു. പല അഗ്രിമെന്റുകളും എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും കടം കോരിക്കോരി വാങ്ങാൻ തുടങ്ങി. അത് വീണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങി. 3 തലമുറക്ക് ജീവിക്കാനുള്ള വകയുണ്ടല്ലോ എന്ന് ആലോചിച്ചു കൊണ്ട് തന്നെ ഇവൻ ചെലവഴിക്കുന്നതിന് യാതൊരുവിധ കണക്കുണ്ടായിരുന്നില്ല. വാരിക്കോരി ആഹ്ലാദത്തിന് വേണ്ടി ഒരുപാട് പണം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവൻ ഉല്ലസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദിവസം രാവിലെ മൻസൂർ ഉറങ്ങുകയായിരുന്നു. രാത്രി ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്നും വരാൻ വേണ്ടി ഒരുപാട് വൈകിയിരുന്നു. പരിചാരകയായ പെണ്ണ് വളരെ പേടിച്ചുകൊണ്ടാണെങ്കിലും മൻസൂറിനെ വന്ന് വിളിച്ചു പറയുകയാണ്, പുറത്തൊരു വൃദ്ധൻ കാത്തു നിൽക്കുന്നുണ്ട്, ഒന്ന് എഴുന്നേറ്റ് പോകണം, ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ മൻസൂർ എഴുന്നേറ്റ് ആ വൃദ്ധന്റെ അടുത്ത് പോവാണ്. അപ്പോൾ ആ വൃദ്ധൻ പറയാണ്, ഞാൻ ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്, ജോലി ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. മൻസൂർ ചോദിച്ചു, നിങ്ങൾ പോയാൽ പിന്നെ സ്ഥാപനത്തിലുള്ള കണക്കൊക്കെ ആരാണ് നോക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി കണക്ക് നോക്കാൻ സ്ഥാപനം ഇല്ല, അതൊക്കെ മറ്റൊരാളുടെ കയ്യിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. പാണ്ഡികശാലകളിൽ ചരക്കുകൾ എത്തുന്നില്ല, വ്യാപാരം നടക്കുന്നില്ല, കെട്ടിടങ്ങളൊക്കെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മൻസൂർ ചോദിക്കാൻ, നമ്മുടെ കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വിറ്റാലോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അതും മറ്റു പലരുടെയും കൈകളിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ജീവിതകാലം മുഴുവൻ സേവനം ചെയ്ത സ്ഥാപനം ഇനിയില്ല. എൻ്റെ യജമാനന്റെ മകൻ ഒരു ഊരുതെണ്ടിയായി നടക്കുന്നത് കാണാൻ എനിക്കാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട് വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദുഃഖത്തോടു കൂടി ആ വീട്ടിൽ നിന്നും ആ വൃദ്ധൻ ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് പിന്നിൽ നിന്നും മൻസൂർ ചോദിക്കാൻ, 3 തലമുറക്കുള്ള വകുപ്പ്, അത്രയും പണം ഉണ്ടെന്നാണല്ലോ എന്റെ ബാപ്പ പറഞ്ഞത് എന്ന് ആ വൃദ്ധനോട് ചോദിക്കുന്ന സമയത്ത് അല്പം നീരസത്തോടു കൂടി വൃദ്ധൻ മറുപടി കൊടുക്കുകയാണ്, ആ പറയുന്ന കൂട്ടത്തിൽ നിന്റെ പിതാവ് ഒരു കാര്യവും കൂടി പറഞ്ഞില്ലായിരുന്നോ, എല്ലാം തന്ന ദൈവത്തെ മറക്കാതെ അത് ഉപയോഗിക്കണം എന്ന്. അപ്പോഴാണ് നിലവിലുള്ള അവസ്ഥയെപ്പറ്റി മൻസൂറിന് ബോധ്യം വരുന്നത്. 14-ാമത്തെ വയസ്സിലാണ്
മൻസൂറിന്റെ ബാപ്പ മരണപ്പെടുന്നത്. 17 വയസ്സായി. 3 തലമുറക്ക് ജീവിക്കേണ്ട വകുപ്പ് വെറും 3 വർഷം കൊണ്ട് മൻസൂർ തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വസ്ത്രങ്ങൾ മാറ്റി മൻസൂർ പുറത്തേക്കിറങ്ങി. അന്നത്തെ ചങ്ങാതിമാരൊന്നും മൻസൂറിനെ വില കൽപ്പിക്കുന്നില്ല. പലരും പോയപ്പോൾ മൈൻഡ് ചെയ്തില്ല. ചിലര് പറഞ്ഞു, കടം ചോദിക്കാനാണെങ്കിൽ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചങ്ങാതിമാരൊക്കെ മൻസൂറിനെ ആട്ടി ഓടിക്കുകയാണ്. അയാളുടെ സ്വത്ത് മുഴുവൻ കടപ്പെട്ടു പോയി എന്ന് നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി. എത്ര നല്ല മനുഷ്യന്റെ വ്യാപാര സ്ഥാപനങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു, എല്ലാം നശിച്ചു പോയല്ലോ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. വീട്ടിലുള്ള ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോവാൻ തുടങ്ങി. ആർക്കും ശമ്പളം കൊടുക്കാൻ പണവുമില്ല, ഒന്നുമില്ല. പത്രാസും കാര്യങ്ങളൊക്കെ എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. ഓരോ ജോലിക്കാരായി പോയി കഴിഞ്ഞു. 21 ദിവസത്തിനുള്ളിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കോടതിയിൽ നിന്നും നോട്ടീസ് വന്ന് പതിച്ചിരിക്കുകയാണ്. ആകെ തകർന്ന് തരിപ്പണമായി വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു മൻസൂർ. അപ്പോൾ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ മൻസൂർ കരുതി പണം ബാക്കി കൊടുക്കാനുള്ള ഏതെങ്കിലും ജോലിക്കാരായിരിക്കും എന്ന് കരുതി. അതൊരു പെൺകുട്ടിയായിരുന്നു. അവള് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കൂ, വന്ന് കുളിച്ച് വസ്ത്രം മാറ്റി കുറച്ച് ഭക്ഷണം കഴിക്കൂ എന്ന്. നീ ആരാണ്? അവര് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്. ജോലിക്കാരിയോ? നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. ആദ്യം വന്ന് ഭക്ഷണം കഴിക്കുക യജമാന, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിന്റെ യജമാനനല്ല, നിനക്കെന്റെ പേര് വിളിക്കാം, ഞാൻ ചോദിച്ചില്ലേ നീ ആരാണ്? അപ്പൊ പറഞ്ഞു, ഇവിടെ ഭക്ഷണം കഴിച്ചു വളർന്ന ഒരു ജോലിക്കാരിയാണ് എന്ന് പറഞ്ഞു. നിന്റെ പേരെന്താണ്? സുമറൂദ്. പക്ഷെ എല്ലാവരും എന്നെ ദയ എന്നാണ് വിളിക്കാറ്. അദ്ദേഹവും മനസ്സിൽ കരുതി, എനിക്കും ഇപ്പോൾ ആവശ്യമുള്ളത് അല്പം ദയ തന്നെയാണ്. ഒരല്പം നെടുവീർപ്പോടെ അയാൾ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചെറിയൊരു നോവലാണ് ദയ എന്ന പെൺകുട്ടി എന്ന MT സാറിന്റെ ഇതിന്റെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അവതരണം ആസ്വാദ്യപൂർണമാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.